ഹായ് സീത മിസ്. ഹായ്. സീത മിസ് എന്താ തനിച്ച്? കുഞ്ഞുണ്ണിയൊക്കെ ഒരുപാട് മാറിപ്പോയില്ലേ? സോ സീതാ മിസ് വീണ്ടും തനിച്ചായി. അല്ല, ഇന്നെന്താ ഇങ്ങോട്ട് വരണമെന്ന് തോന്നാൻ? അത് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. Come on, tell me. നാളെ എന്റെ ബർത്ത്ഡേ. Oh, many happy returns of the day in advance. അതല്ല മിസ്, നാളെ ഹോളിഡേ ആയിട്ടും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ എന്റെ കൂടെ ആരും ഇല്ല. അതെന്താ കുഞ്ഞുണ്ണിയുടെ കൂടെ ആരും ഇല്ലാത്ത? അത് പിന്നെ എനിക്ക് ആകെയുള്ള ഡാഡി അല്ലേ. ബട്ട് ഡാഡി ഇപ്പോ ജപ്പാനില. നാളെ അവിടുന്ന് സിംഗപ്പൂരിലേക്ക് പോവും. മറ്റന്നാ കൊളംബോയും കൂടെ വിസിറ്റ് ചെയ്തിട്ടേ തിരിച്ചു വരൂ. എന്തോ? അല്ല ഡാഡി, കുഞ്ഞുണ്ണിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അത് ബർത്ത്ഡേ അടിച്ചു പൊളിക്കാൻ ഞാനൊരു ബോട്ടിംഗ് പ്ലാൻ ചെയ്തിരുന്നതാ. സീതാ മിസ്സും വരും എന്റെ കൂടെ. അതിനെന്താ, സോഫിയ മിസ്സിനെ വിളിച്ചോളൂ. നോ, സീതാ മിസ് മാത്രം മതി. സീതാ മിസ്സിനെ അത്ര ഇഷ്ടമായതുകൊണ്ടല്ലേ ഞാൻ. പ്ലീസ് മിസ്, മമ്മി ഇല്ലാത്ത കുട്ടിയല്ലേ ഞാൻ. ഓ, അമ്മ പോയിട്ട് ഇപ്പൊ മമ്മിയായോ? മുമ്പ് ഇവിടെ ടെൻഷൻ അടിച്ചിരുന്ന കുഞ്ഞുണ്ണി തന്നെയാണോ ഇത്? എനിവേ, എനിക്ക് ഒരു മാറ്റവും ഇല്ല. ബോട്ടിങ്ങിന് ഞാൻ വരാം. ഷുവർ? Then promise. Promise. Sita miss, boat ready. കുഞ്ഞുണ്ണി, be careful. Yes. Sita miss, ഇരിക്ക്. ഓക്കേ, പോകാം. Thank you, Chakra. Hello. Morning. Stop it. Hey, cool. I said stop it. Stop it. Okay. ഓഹോ, അപ്പൊ ഇതിനായിരുന്നല്ലേ ഓരോരോ നുണകൾ പറഞ്ഞ് എന്നെ നിർബന്ധിച്ചത്? സ്മാർട്ട് ആവും തോറും കുറെ പുതിയ പഠിപ്പുകൾ കൂടി പഠിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ചേരുന്ന ബുദ്ധിയെ കാണിക്കാവൂ. സീതാ, മോനെ ചീത്ത പറയണ്ട. Shut up. ആ പേര് പോലും നിങ്ങൾ പറയരുത്. ഐ ഹേറ്റ് യു. ഈ ലോകത്ത് മറ്റാരെക്കാളും. സീതാ, ഞാനൊന്ന് പറയട്ടെ. നോ, നിങ്ങളുടെ കളിയും അഭ്യാസവും ഒക്കെ കുറെ കണ്ടതാ ഞാൻ. മേലാൽ ഇത്തരം വിദ്യകളുമായി എന്നെ കാണാനോ സംസാരിക്കാനോ വന്നാൽ ഞാൻ റിയാക്ട് ചെയ്യുന്നത് നിങ്ങളോടായിരിക്കില്ല, എന്നെ തന്നെ ഇല്ലാതാക്കിയിട്ടായിരിക്കും. മൈൻഡ് ഇറ്റ്. എന്നെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവിടുന്നോ ഇല്ലയോ? Okay, sure. ഒന്ന് വാ അങ്കിളെ. ചീറ്റിപ്പോയി. ഇനി ഞാൻ എങ്ങനെ സീതാ മിസ്സിനെ ഫേസ് ചെയ്യും? ഞാനൊരു സത്യം പറയട്ടെ അങ്കിൾ, അങ്കിളിനെ അറിഞ്ഞൂടാ. ഒരിക്കൽ വളഞ്ഞാറാവള്. എനിവേ, നീ നിന്റെ ഡ്യൂട്ടി ഭംഗിയായിട്ട് ചെയ്തു. എന്റെ നീ പറഞ്ഞ പോലെ ചീറ്റിപ്പോയി. ചക്കരെ, ഇതാ അങ്കിളുടെ കുഴപ്പം. സീതാ മിസ് പിണങ്ങിന്ന് എഴുതി അങ്കിൾ ഇങ്ങനെ കുടിക്കാ. അതൊന്നും അല്ലടാ. എന്നാൽ അവൾ എന്താടാ ഇങ്ങനെ? ആ, അതൊക്കെ പോട്ടെ. അങ്കിൾ എനിക്ക് തന്ന പ്രോമിസ് ഓർമ്മയുണ്ടോ? സീതാ മിസ്സിനെ ബോട്ടിൽ കയറ്റിയ ഏത് മോഹവും സാധിച്ചു തരാന്ന് പറഞ്ഞിട്ട്. അതോ? അങ്കിൾ, സീതാ മിസ്സിനെ ബോട്ടിൽ കയറ്റാന്ന് പറഞ്ഞ് ഞാൻ ബോട്ടിൽ കയറ്റി. ബാക്കിയെല്ലാം അങ്കിളുടെ കുഴപ്പാ. ഓക്കെ, ചക്കര പറ, ഇതിന് എന്റെ ചക്കരക്ക് ഞാൻ എന്താ മേടിച്ചു തരണ്ടേ? എനിക്കൊന്നും മേടിച്ചു തരണ്ട. പിന്നെ എടാ ചോദിക്കടാ ചക്കരെ. ചോദിക്കട്ടെ? ഞാൻ ചോദിക്കും. സസ്പെൻസ് ചോദിക്കടാ. അങ്കിളിനെ അങ്കിളിനെ ഞാൻ ഡാഡിന്ന് വിളിച്ചോട്ടെ? ഇത് ഞാൻ കേട്ടില്ല, ഒന്നോട് ചോദിച്ചേ. അങ്കിളിന് എന്റെ ഡാഡി ആയിക്കൂടെന്ന്. അതെന്താടാ, മോന് ഡാഡി ഇല്ലേ? ഡാഡി ഇല്ല, എനിക്ക് അച്ഛനേ ഉള്ളൂ. എടാ, അച്ഛനും ഡാഡിയും ബോത്ത് ആർ സെയിം. നോ, എന്റെ അച്ഛനെ കണ്ട ഡാഡിയുടെ ലുക്ക് ഇല്ല.
എന്റെ അച്ഛന് ഒരിക്കലും ഡാഡി ആവാനും കഴിയില്ല. അതൊക്കെ നിനക്ക് വെറുതെ തോന്നണാടാ. ഇപ്പൊ എന്റെ മനസ്സിലെ ഡാഡി അങ്കിളാ. സ്കൂളിൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുകയും ചെയ്തു, അങ്കിൾ എന്റെ ഡാഡി ആണോന്ന്. പറ അങ്കിൾ, അങ്കിളിന് എന്റെ ഡാഡി ആയിക്കൂടെ? നീ എന്നെ ഡാഡിന്നോ മമ്മിന്നോ ഗ്രാൻഡ് പാന്നോ എന്ത് വേണേ വിളി. നിന്നെ എനിക്ക് അത്ര ഇഷ്ടമാണ്. അപ്പൊ ഇന്ന് മുതൽ ഞാൻ അങ്കിളിനെ ഡാഡിന്ന് നീ വിളിക്കും. ധൈര്യമായിട്ട് വിളിയടാ. വിളിക്കും എടാ വിളിയടാ. ഡാഡി. ഇവിടെ വാ, ഒന്നുകൂടെ വിളി. ഡാഡി. ഓക്കെ. ടീച്ചറെ, എന്താ ഈ നേരത്ത്? എന്റെ മോനെ കാണാനില്ല ടീച്ചറെ. സ്കൂള് വിട്ട് ഇത്ര നേരമായിട്ട് അവൻ വീട്ടിൽ വന്നിട്ടില്ല. ഓ, അവൻ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ പതുക്കെ. ഈ വേഷത്തിൽ നിങ്ങളെ സോഫിയ കണ്ടാൽ? കാണട്ടെ, അവൻ എന്റെ മോനാ. എന്റെ വിഷമം ടീച്ചർക്ക് പറഞ്ഞറിയില്ല. സ്കൂളിൽ ഞാൻ ചെന്ന് അന്വേഷിച്ചു. ഇനി പോലീസിനെ അറിയിച്ചാലോ എന്നാ. എന്തിന്? കുഞ്ഞുണ്ണി എവിടെ ഉണ്ടാകൂന്ന് എനിക്കറിയാം. പറ ടീച്ചറെ, എവിടെ എന്റെ കുഞ്ഞുണ്ണി? കൂട്ടുകൂടാനും കറങ്ങി നടക്കാനും അവന് പുതിയൊരാളെ കിട്ടിയിട്ടുണ്ട്. ഒരു കോടീശ്വരൻ. നിങ്ങളെ മകന് വേണ്ടി കഷ്ടപ്പെടുമ്പോ അവൻ ഏത് നേരവും അയാളുടെ കൂടെ പാർക്കിലും റെസ്റ്റോറന്റിലും ഒക്കെയാ. ആരാ ടീച്ചറെ അയാള്? പേര് പറയാൻ തന്നെ എനിക്ക് അറപ്പാ. വൺ മിസ്റ്റർ ആനന്ദ്. ചെന്ന് ചോദിക്ക അയാളോട് മകൻ എവിടെയുണ്ടെന്നറിയാം. നിൽക്ക്. അയാളോട് ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം. ബിക്കോസ് അയാൾ ബോംബെയിൽ അധോലോക നായകനാ. ഏത് കോത്തായത്തിലെ നായകനായാലും ശരി, എന്റെ മോനെ കിട്ടിയില്ലെങ്കിണ്ടല്ലോ. ഇറങ്ങി വാടാ മോന്റെ മോനെ. ദേ മോൻ വന്നു. ഇയാളൊന്നല്ലേ ചെറ്റ, ഇറങ്ങി വാടാ. ആ ചെറ്റയും വന്നു. ഇവനൊന്നല്ല. പിന്നെ താൻ ആ പാഴ്സൽ കമ്പനിയുടെ ഡ്രൈവർ അല്ലേ? തനിക്ക് എന്താ ഇവിടെ കാര്യം? എന്റെ കാര്യം അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. വിളിക്കണോ? എവരോ തന്റെ മുതലാളി ആ നന്ദൻ. ആ നന്ദനല്ല, ആനന്ദൻ. അതെ ആനന്ദൻ. അവന്റെ ആനന്ദൊക്കെ ഉടച്ച് കയ്യിൽ കൊടുത്തോളാം ഞാൻ. വിളിക്കണോ അവനെ? മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിക്കണം. പിന്നെ കോപ്പ് സൂക്ഷിക്കുന്നു. പോണോ? വേണ്ട, അകത്തേക്ക് പോകരുത്. വിവരം അറിയും. കടപ്പുറത്ത് പൂഴിയിടരുതേ. ഭാസ്കര, നീ അകത്ത് പോ. താനവിടെ ഞാൻ ഇവിടെ നിൽക്കാം. മിസ്റ്റർ, എന്താ ഇവിടെ? ചോദിച്ചു കേട്ടില്ലേ? എന്തിനാ ഇവിടെ വെള്ളം വെച്ച്? അല്ല, ഞാന് ഒന്നുമില്ല. ഡാഡി. ഡാഡി പ്ലീസ്. Yeah, I'm coming. Just a minute. എന്താ മോനെ? അയ്യോ, ഇമ്മാരി കഷ്ടപ്പെട്ട് വളർത്തിട്ട് അപ്പൊ പിന്നെ ഞാനാരാടാ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിനക്ക് അയാൾ അങ്ങനെ ആരും അവിടെ നിന്നെ ഞാൻ കാണാം. അവൻ കൊച്ചു കുഞ്ഞാണ്, ഇങ്ങനെ തല്ലരുത്. എവിടെയെങ്കിലും പോയി ചാവട്ടതല്ല ചേട്ടാ. ഇത് പോയി പണ്ടാറ് കേട്ടാ. എന്നെയാ വേടിക്ക് പാത്തിരിക്കുക. പോ പോ, വീട്ടിക്ക് പോ. കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് പന്നിയുടെ പോലെ. ഇത് കുറെ കടുത്തുപോയി. ഇത്രത്തോളം വേണ്ടായിരുന്നു. കുഞ്ഞല്ലേ അവൻ. നോക്കിയും കണ്ടും വേണം ശിക്ഷിക്കാൻ. ഇല്ല, എനിക്കൊന്നും നോക്കാനില്ല. മതി, മതി. ഇങ്ങനെ തല്ലിക്കൊല്ലാൻ മാത്രം ഇവൻ എന്ത് തെറ്റാ ചെയ്തത്? എല്ലാത്തിനും കാരണക്കാരൻ നീ ഒരുത്തനാ. മോനെ പഠിപ്പിച്ചു വലിയ സായിപ്പാക്കാൻ കൊണ്ടുപോകുന്നതല്ലേ? കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. കേട്ടില്ല? ഇപ്പോഴോ സ്വന്തം തന്ത വരെ മാറ്റി പറഞ്ഞില്ലേ? അതാണ് ആ സ്കൂളിന്റെ ഗുണം, അവിടുത്തെ പഠിപ്പിന്റെ ഗുണം. മനസാക്ഷി ഉണ്ടോ ചോദിച്ചു നോക്കടാ. ഈ പിഞ്ചു ഇങ്ങനെ തല്ലിച്ചവച്ചത് നിന്റെ ഭാര്യയുടെ ആത്മാവ് സഹിക്കുമെന്ന്. ഇല്ല, അവളുടെ ആത്മാവ് പോലും നിന്നോട് പൊറുക്കുകയല്ല. അത്രയ്ക്ക് വലിയ തെറ്റാ നീ ചെയ്തത്. എനിക്കുണ്ടടാ പിള്ളേര്. നളിനാക്ഷം പറഞ്ഞതിൽ എന്താ തെറ്റ്? നിങ്ങളുടെ അതിമോഹം തന്നെയാ
എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. നാട്ടിലെ സ്കൂള് പോരാന്ന് തോന്നി നിങ്ങൾ പുതിയ സ്കൂള് തേടി ഇവിടെ വന്നു. ഇവിടെയാണെങ്കിലോ കുറെ അമുൽ ബേബിമാരെയും അവരുടെ ഡാഡിമാരെയും കണ്ടപ്പോ തന്റെ അച്ഛൻ പോരാന്ന് കുഞ്ഞുണ്ണിക്കും തോന്നി. സോ ആ സ്കൂളിലെ സംസ്കാരത്തിന് ചേർന്ന് ഒരു പുതിയ ഡാഡിയെ അവനും കണ്ടെത്തി. ഞാൻ അന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ ഭാസ്കരൻ? ഇവിടുത്തെ സാഹചര്യത്തിൽപ്പെട്ട് മോൻ വഴി തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന്. കുട്ടികളെ ഒരുതരം റോബോട്ടുകളാക്കുന്ന വിദ്യാഭ്യാസമായി ഇവിടെ. നാടിനോടോ സമൂഹത്തോടോ ജീവിതത്തോടോ പോലും നീതി പുലർത്താൻ കഴിയാത്ത പൊങ്ങച്ച നിറഞ്ഞ കുറെ പൗരന്മാരെ വാർത്തെടുക്കുന്ന ഫാക്ടറി. ഇവിടേക്ക് ഒരിക്കലും ഭാസ്കരൻ മകനെയും കൂട്ടി വരരുതായിരുന്നു. അത് പിന്നെ ടീച്ചറെ, ഞാൻ ഇനി എടുത്തു ചാടിയിട്ട് ഒരു കാര്യമില്ല. ഈ പരുക്കൻ സ്വഭാവം കൊണ്ട് ഒന്നും പരിഹരിക്കാനും കഴിയില്ല. കുഞ്ഞുണ്ണിയുടെ മനസ്സിപ്പോ ഒരു സ്വപ്ന ലോകത്തിലാ. മിന്നുന്നതെല്ലാം പൊന്നാണെന്ന് തോന്നുന്ന പ്രായവും. ക്രമേണ പറഞ്ഞ് മനസ്സിലാക്കി നമുക്കവനെ മാറ്റിയെടുക്കാം. അതുവരെ ഭാസ്കരനെല്ലാം സഹിക്കണം, ക്ഷമിക്കണം. മോനെ ഭാസ്കരന് തിരിച്ചു കിട്ടാൻ എന്റെ എല്ലാ സഹായങ്ങളും ഉണ്ടാവും. ഡാഡിയെ കാണണം. എനിക്ക് എന്റെ ഡാഡിയെ കാണണം. ഡാഡി, ഡാഡി. ദേ നോക്കിയേ, ഇതല്ലേ മോന്റെ പുന്നാര ഡാഡി? ദേ, ഇതെന്റെ ഡാഡി അല്ല, ഇതെന്റെ അച്ഛനാ. എന്റെ ഭഗവതി, മോനെ കുഞ്ഞുണ്ണി, നീ ആ ഡാഡിയെ മറന്നുകളാ. ഇല്ല, എനിക്ക് അച്ഛനും വേണം ഡാഡിയും വേണം. മോനെ ഈ ചുക്കാപ്പ് കുടിക്ക്, മോന്റെ പനി മാറും. വേണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്ക് ഡാഡിയെ കാണണം. എനിക്ക് ഒന്നും പിടികിട്ടുന്നില്ല നന്ദേഷേട്ടാ. എന്റെ വാക്കിലോ നോക്കിലോ സ്നേഹത്തിന്റെ മുന്നിലോ തീരാത്ത ഒരു അസുഖം ഉണ്ടായിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അവന് ഒരുപാട് തല്ലി. അതെന്നെ അവൻ ധിക്കരിച്ചിട്ടല്ലേ? കൊച്ചു കുട്ടികളെക്കാൾ കഷ്ടമാണല്ലോടാ നിന്റെ കാര്യം. സമാധാനിക്ക്, വഴി ഉണ്ടാക്കാം. ചെന്നായ വളർത്തിയ കുട്ടി, അങ്ങനൊരു കഥ കേട്ടിട്ടുണ്ടോ താൻ? ആ, കേട്ടെങ്കിൽ കേട്ടെന്ന് പറയാടോ. ഏതാണ്ട് അതൊക്കെ തന്നെ എന്റെ അവസ്ഥ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനൊക്കെ എന്താ അർഹത? അതല്ല നമ്പീശ, ഈ സ്നേഹിക്കുന്നവരുടെ മുമ്പിലൊക്കെ ഞാൻ ഈ തോറ്റു പോണ എന്തുകൊണ്ടാ? ബോസ്, സീത, കുഞ്ഞുണ്ണി, എന്ത് ജീവിതമാണ്. എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കുഞ്ഞുണ്ണിയെ മറക്ക. ആ, സീത എന്ന ലക്ഷ്യത്തിലേക്കുള്ള മാർഗമായി കരുതിയാ മതി. ഹേയ്, കുഞ്ഞുണ്ണിയെ മറക്കാനോ? അവൻ എന്നെ ഒരുപാട് സ്നേഹിച്ചു, ഡാഡി എന്ന് വിളിച്ചു. അവൻ എന്നെ ഡാഡി ആക്കി. ഇപ്പൊ വല്ലാത്ത ശൂന്യത. ഐ മിസ് ഹിം എ ലോട്ട്. വന്നു മനുഷ്യന്റെ സ്വസ്ഥത എടുത്താൻ. എന്താ കാര്യം? സാർ, തോക്ക് താഴെ വെച്ചാ പറയാം. പറയടോ. കുഞ്ഞുണ്ണിക്ക് കടുത്ത പനിയാ. സാറിനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. ഒന്ന് അത്രടം വരെ വരണം. ഇത് പറഞ്ഞ സാർ. അല്ല, ഇതാണ് കുഞ്ഞുണ്ണിയുടെ വീട്? ഓ, വീട്. എന്താ സാർ? അല്ല, കുഞ്ഞുണ്ണി ഒരിക്കൽ ചുമ്മാ ഒന്ന് കളിപ്പിച്ചു. സ്മാർട്ട് ബോയ്. ഡാഡിയെ കാണണം. എനിക്ക് എന്റെ ഡാഡിയെ കാണണം. മോനെ ചക്കരേ, ഡാഡി, ഇനിക്കണ്ട. ഡാഡി വന്നോ? ഡാഡി എന്താ ഇത്ര വൈകിയത്? ഡാഡി, നോ, ഈ ചക്കര എന്നെ ഡാഡി എന്ന് വിളിക്കും. ഞാൻ മോന്റെ അങ്കിളല്ലേ? മോനെ ഡാഡിയെ പോലെ സ്നേഹിക്കൂലേ? അല്ല, അങ്കിൾ എന്റെ ഡാഡി തന്നെയാ. അപ്പൊ ഈ നിൽക്കുന്നു മോന്റെ ഡാഡിയല്ലേ? അല്ല, അതെന്റെ അച്ഛനാ. ഇതെന്റെ ഡാഡിയും. എനിക്ക് രണ്ടുപേരെയും വേണം. അതെങ്ങനാ മോനെ? ഇത് നല്ല കൂത്ത്. കുട്ടിയല്ലേ, അവനെന്തറിയാം?
പേടിക്കണ്ട, ഭാസ്കറിനോടുള്ളവന്റെ ഇഷ്ടവും സ്നേഹവും ഞാൻ തട്ടിയെടുക്കാൻ പോകുന്നു. ഇവൻ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടാണെന്ന് ഞാൻ തന്നെ അവനെ പറഞ്ഞ് മനസ്സിലാക്കും. സോ തൽക്കാലം അവൻ എന്റെ കൂടെ നിൽക്കട്ടെ. അതായിരിക്കും എല്ലാം കൊണ്ടും നല്ലത്. ഞാൻ അവൻ ഇതുവരെ പിരിഞ്ഞു നിന്നിട്ടൊന്നുമില്ല. ചക്കര എന്നുള്ള വിളി കേട്ടപ്പോ അവന്റെ പനിയും പോയി, കരച്ചിലും നിന്നു. മോൻ കഴിക്കേ. നമ്പീശൻ അങ്ക എന്താ ഒന്നും കഴിക്കാത്തെ? നമ്പീശൻ അങ്കിൾ എങ്ങനെ കഴിക്കും? ഉപ്പിട്ട് കഞ്ഞി കൊടുക്കാന്ന് വെച്ചാ പ്രഷർ, വല്ല ഫ്രൂട്ട്സും വാങ്ങിച്ച് കൊടുക്കാന്ന് വെച്ചാ ഷുഗർ, മോനെ വല്ല ഇറച്ചിയോ മാംസോ മേടിച്ച് കൊടുക്കാന്ന് വെച്ചാലേ കൊളസ്ട്രോളാ കൊളസ്ട്രോള്. സമയത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ ഗ്യാസും. അതെ, വെറും ഗ്യാസ് അല്ല, ടിയർ ഗ്യാസ് ആണ്. നിർത്തടാ കഴുതേ. കണ്ട, ഉള്ള ഗ്യാസ് മുഴുവൻ ചട്ട പൊറിഞ്ഞ് തീർക്കുകയും ചെയ്യും. ഹായ് സീത മിസ്. ഡാഡി, സീത മിസ്സിന്റെ പടം എങ്ങനെ ഇവിടെ വന്നു? എടാ, നീ ഈ പ്രഹ്ലാദന്റെ കഥ കേട്ടിട്ടുണ്ടോ? മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും എന്റെ മനസ്സിലും എല്ലാം ഒരേ രൂപം ഒരേ മുഖം. ആരാ ഈ പ്രഹ്ലാദൻ? എടാ, ഈ പ്രഹ്ലാദൻ എന്ന് പറഞ്ഞാൽ ഏതോ പത്രത്തിന്റെ എഡിറ്ററാണ് തോന്നുന്നു. ഇതൊക്കെ സീത മിസ് അറിഞ്ഞാണ്ടല്ലോ ഡാഡിയുടെ കഥ കഴിക്കും. ഓ പിന്നെ, ഡാഡിയുടെ കഥ കഴിക്കുകയല്ല, ഡാഡിയെ സീതാ മിസ് കല്യാണം കഴിക്കും. അതൊക്കെ പോട്ടെ, ചക്കരയ്ക്ക് ഗസൽ ഇഷ്ടമാണോ? എനിക്ക് അടിപൊളി പാട്ടുകളാ ഇഷ്ടം. എന്നൊരു അടിപൊളി പാട്ട് പാട്. ഡാഡി പാട്. എടാ, ഒരു അടിപൊളി പാട്ട് നീ പാട്. ഞാൻ പാടിയാൽ ശരിയാവില്ല, ഡാഡി പാട്. എടാ, ഞാൻ പാടി ശരിയാവില്ല, നീ പാട്. ഡാഡി പാട്. എടാ, പാടാണ് നിനക്ക് ഡാഡി പാടിയാ ഓക്കെ, മതി. തർക്കം വേണ്ട, നമുക്ക് ടോസ് ചെയ്ത് തീരുമാനിക്കാം. കോയിനോടെ പോയി. ഓക്കെ, ഹെഡ് ഓർ ടെയിൽ? ടേൽ. ഓക്കെ.